ഇറ്റാലിയൻ ഡോണറ്റ്സ് ആയ ബൊമ്പലിനെ തയ്യാറാക്കാം. ചോക്ലേറ്റൊക്കെ നിറച്ച് നമുക്ക് അടിപൊളി ടേസ്റ്റി ആണ് ഈ ഒരു ഡോണറ്റ്സ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇറ്റാലിയൻ ഡോണറ്റ്സ് ആയ ബൊമ്പോലിന തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇളം ചൂട് പാലും 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഞാനിത് റെസ്റ്റിനായിട്ട് വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാത്തെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റിന് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചതിന് ശേഷം യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ആ ഒരു ഈസ്റ്റും എല്ലാം മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാതി മൈദപ്പൊടി പാതി ഗോതമ്പ് ആട്ടപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 3 കപ്പ് ആട്ടപ്പൊടി ഇതുപോലെ സ്ട്രെയിനർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തെള്ളി ആ ഒരു പാലിനും ഈസ്റ്റിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു മൈദപ്പൊടിക്ക് ഈ ഒരു അളവനുസരിച്ച് പാലും മതിയാവും കേട്ടോ. നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്പൂൺ മാറ്റി കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഡോ പരുവത്തിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് തന്നെ വെച്ച് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന ആ ഒരു ബേസിലിരിക്കും നമ്മുടെ ഡോണറ്റ്സ് സോഫ്റ്റ്നെസ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തോളൂ. നന്നായിട്ട് ഈവൻലി നന്നായിട്ട് 2 കൈ ഉപയോഗിച്ച് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 50 ഗ്രാം ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണ് നമ്മുടെ ബട്ടറാണ് കേട്ടോ. ഇത് ഹോം മെയ്ഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ബട്ടറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബട്ടറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ താല്പര്യമില്ലെങ്കിൽ ഓയിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബട്ടർ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ആ ഒരു ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നന്നായിട്ട് ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഒന്നും കീറാതെ തന്നെ നമുക്ക് നീളത്തിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബോൾ പോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവിലോട്ടും കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ആ ഒരു ബൗളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റിനൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കൂ. നമ്മുടെ മാവ് ഡബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി കൈ കൊണ്ട് ഒന്ന് പഞ്ച് ഔട്ട് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നൈഫോ സ്ക്രേപ്പറോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 9 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മാവ് എടുക്കാം. അതിന് ശേഷം നമുക്ക് അടിയിലോട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടക്കിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഡോണറ്റ്സ് റെഡിയാക്കാം കേട്ടോ. ഇതുപോലെ ബോൾ ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതേ സെയിം രീതിയിൽ തന്നെ ഓരോ മാവെടുക്കുക, ടക്കിൻ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു പാർച്ച്മെൻറ്റ് പേപ്പറിലോട്ട് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ഡോണറ്റ്സും കൂടെ നമുക്ക് ഇതേ സെയിം രീതിയിൽ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. അപ്പം എല്ലാം ഞാൻ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലെയിൻ ആയിട്ടൊരു പ്ലേറ്റ് എടുക്കുക. അതിലോട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ലൈറ്റായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് മതി കേട്ടോ. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് 1 മണിക്കൂറത്തേക്കിന് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് ഇത് ഡബിളായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ ഒരു ബോൾസ് എല്ലാം ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല വീർത്ത് നല്ല സോഫ്റ്റായിട്ടാണ് റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കടായി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ അതേ രീതിയിൽ തന്നെ നമുക്ക് ഓയിലിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് എളുപ്പ വഴിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതും കൂടി ഞാൻ അതേ സെയിം രീതിയിൽ തന്നെ ഓയിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ മറിച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടയുടെ വലുപ്പമനുസരിച്ച് നമുക്ക് ഓരോ ബൺസ് എത്ര ചേർക്കാൻ പറ്റും അതനുസരിച്ച് ചേർത്ത് തിരിച്ചും മറിച്ചും നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ഷെയ്ഡായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനൊരു വേറെ പാത്രത്തിലോട്ട്
ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതേ സെയിം രീതിയിൽ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് കാസ്റ്റർ സുഗർ എടുക്കാം, അതായത് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. ഇനി ഓരോ ബണ്ണ് ഈ ഒരു കാസ്റ്റർ സുഗറിലോട്ട് ഒന്ന് ഇതുപോലെ തന്നെ റോൾ ഔട്ട് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, എന്താ ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്ത ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ചോക്ലേറ്റ് ഒന്ന് ഇതിൻ്റെ ബൺസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഹോൾ ചെയ്തെടുക്കാം. ബൺസ് ഇതുപോലെ നൈഫ് വെച്ച് ഒന്ന് പ്രിക്ക് ചെയ്ത് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പട കുത്തിയോ വെച്ച് നമുക്ക് നന്നായിട്ട് ഹോൾ ചെയ്തതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് നമ്മുടെ ആ ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉള്ളിലോട്ട് നിറച്ച് കൊടുക്കാം. നോക്കിക്കോളൂ, ഇതുപോലെ നിറങ്ങിയതിന് ശേഷം ലേശം പുറത്തോട്ട് ഇതുപോലെ ആവുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് നമ്മുടെ ചോക്ലേറ്റ്സ് എല്ലാം ആ ഒരു ഡോണറ്റ്സിലോട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, എന്താ ക്യൂട്ടല്ലേ. കുട്ടികൾ കാണുമ്പോഴേ അത് കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബണ്ണാണ്. നല്ല ടേസ്റ്റിയാണ്. ഉള്ളിൽ നന്നായിട്ട് ചോക്ലേറ്റ് ഫിൽഡ് ആയിട്ടുള്ളൊരു ഡോണറ്റ്സ് ആണ്. ഇറ്റാലിയൻ ഡോണറ്റ്സ് നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഉള്ളിലത്തെ ആ ഒരു ഭാഗം നോക്കിക്കോളൂ, നന്നായിട്ട് തന്നെ ചോക്ലേറ്റ് സ്പ്രെഡായത്. നമ്മൾ സാധാരണ ഡോണറ്റാണ്, പക്ഷേ ഉള്ളിലോട്ട് നന്നായിട്ട് ചോക്ലേറ്റ് സ്പ്രെഡായി വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു ഇറ്റാലിയൻ സ്നാക്സ്, ഇറ്റാലിയൻ ഡോണറ്റ്സ് ബോംബോലിനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.